അല്ല, ഇവരെടുത്തിട്ടില്ല, നിങ്ങൾ മാത്രം എടുത്തില്ല. നിങ്ങൾ എടുത്തിട്ടാണോ കൊടുത്തത്? ഇവരെടുത്തിട്ടില്ലേ? ഉണ്ട്. ഒരു സെക്കൻഡ്, ഇവർക്ക് നിങ്ങൾ അയച്ചു കൊടുത്തെന്തിനാണ്? അതല്ല അതല്ല, നിങ്ങൾ അവിടെ എടുത്ത പൈസ ഇരിക്കട്ടെ, പിന്നെ നോക്കാം. നിങ്ങൾ ഈ അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്ത പൈസ ഇല്ലേ? അത് ആരുടെ അക്കൗണ്ട്? ശരി, നിങ്ങൾക്ക് ഏകദേശം ധാരണയില്ല അല്ലേ? 3 ലക്ഷം വരെ ഓർമ്മയുള്ളൂ. ജോലി സ്ഥലത്ത് ഉപയോഗിക്കുന്ന തൊഴിലുടമയുടെ QR കോഡ് മാറ്റി ജീവനക്കാർ തങ്ങളുടെ സ്വന്തം QR കോഡ് ഉപയോഗിച്ച് തട്ടിപ്പിലൂടെ 68 ലക്ഷം രൂപയിലധികം സ്വീകരിച്ചു എന്ന വാർത്തയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇത്തരത്തിൽ QR കോഡ് തട്ടിപ്പിലൂടെ പൈസ സ്വീകരിക്കുന്നതിൽ ഏതൊക്കെ നിയമവകുപ്പുകളാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. BNS സെക്ഷൻ 316 പ്രകാരം ക്രിമിനൽ വിശ്വാസവഞ്ചന. ഏതെങ്കിലും വിധത്തിൽ ഒരു വ്യക്തിയിൽ ഏൽപ്പിച്ചിരിക്കുന്നതോ ആധിപത്യം നൽകിയിട്ടുള്ളതുമായ ഒരു പ്രോപ്പർട്ടിയോ സ്വത്തോ ഒക്കെ അയാൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ദുരുപയോഗം ചെയ്യുകയോ അല്ലെങ്കിൽ പറഞ്ഞ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് പരിവർത്തനം ചെയ്യുകയൊക്കെ ചെയ്യുകയാണ് എങ്കിൽ അത് 7 വർഷം വരെ തടവ് ശിക്ഷയും അതോടൊപ്പം തന്നെ പിഴയും കിട്ടാവുന്ന ഒരു കുറ്റകൃത്യമാണ്. BNS സെക്ഷൻ 336 ഫോർജറി. എന്തെങ്കിലും ഡോക്യുമെന്റോ ഇലക്ട്രോണിക് റെക്കോർഡോ വ്യാജമായി മറ്റൊരാളെയോ പൊതുസമൂഹത്തെയോ ചതിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി നിർമ്മിക്കുന്നതും 7 വർഷം വരെ തടവ് ശിക്ഷയും പിഴയും കിട്ടാവുന്ന ഒരു കുറ്റമാണ്. BNS സെക്ഷൻ 314 അന്യായമായ സ്വത്ത് ദുരുപയോഗം ചെയ്യൽ. മറ്റൊരാളുടെ സ്വത്ത് സത്യസന്ധമല്ലാതെ ദുരുപയോഗം ചെയ്യുന്നതോ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി പരിവർത്തനം ചെയ്യുകയോ ചെയ്താൽ 6 മാസത്തിൽ കുറയാത്തതും എന്നാൽ 2 വർഷം വരെ നീളാവുന്നതുമായ തടവ് ശിക്ഷയും പിഴയും കിട്ടാവുന്ന കുറ്റമാണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക് ഡിവൈസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒഫൻസസ് ആയതുകൊണ്ട് തന്നെ ഇതിൽ IT ആക്ടിന്റെ നിയമവകുപ്പുകളും ബാധകമാണ്. IT ആക്ടിലെ സെക്ഷൻ 66C വ്യക്തിവിവര മോഷണം, ഐഡന്റിറ്റി തെഫ്റ്റ്. മറ്റൊരു വ്യക്തിയുടെ ലോഗിൻ ക്രെഡൻഷ്യൽസ്, പാസ്വേഡ്, ഇലക്ട്രോണിക് സിഗ്നേച്ചർ, മെർച്ചന്റ് ID, യൂണിക് ഐഡന്റിഫിക്കേഷൻ ഫീച്ചർ മുതലായവ ദുരുപയോഗം ചെയ്ത് മോഷണം നടത്തുന്നത് 3 വർഷം വരെ തടവ് ശിക്ഷയും പിഴയും കിട്ടാവുന്ന ഒരു കുറ്റകൃത്യമാണ്. 1 ലക്ഷം രൂപ വരെയാണ് പിഴ കിട്ടാവുന്നത്. IT ആക്ട് സെക്ഷൻ 66D ചീറ്റിംഗ് ബൈ പേഴ്സണേഷൻ. കമ്പ്യൂട്ടർ റിസോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിച്ച് ഒരു വ്യക്തിയാണെന്ന വ്യാജേന വഞ്ചന നടത്തുന്നതും 3 വർഷം വരെ തടവ് ശിക്ഷയും 1 വർഷം വരെ പിഴയും കിട്ടാവുന്ന കുറ്റകൃത്യമാണ്. QR കോഡ് തട്ടിപ്പിന്റെ നിയമവശങ്ങളെ കുറിച്ച് മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കുക.